നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം നാളെയാണ്. പാവപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റാളുകൾക്കുമുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടായിരിക്കുമോ? ഇനി ആർക്കെല്ലാമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത്. ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളാണ് അന്ന് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അപേക്ഷ സമർപ്പിച്ച ഒട്ടുമിക്ക ആളുകൾക്കും അപ്രൂവൽ ആവുകയും പിന്നീട് അവർക്ക് 2 മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇലക്ഷൻ വരികയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് ഇതുവരെയും ഔദ്യോഗികമായി ഒരു അറിയിപ്പും നമുക്ക് ലഭിച്ചിരുന്നില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്തിരുന്നെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് സർക്കാർ ഒന്നും ഔദ്യോഗികമായി നമ്മൾ അറിയിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നാളത്തെ ബജറ്റിൽ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഉണ്ടാവുമെന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് അനർഹർ കയറിക്കൂടിയിട്ടുണ്ട്. സർക്കാർ ഇതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അപേക്ഷകൾ വളരെ കുറഞ്ഞ സമയത്ത് ഒപ്പം വന്നത് കൊണ്ട് തന്നെ, നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ അപ്രൂവൽ ആക്കിയിട്ടുണ്ട്. എന്നാൽ അനർഹമായിട്ടാണ് ഒരുപാട് ആളുകൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേരാൻ വേണ്ടി അവരുടെ പേര് മറ്റു റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റിയെല്ലാം അപേക്ഷ കൊടുത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് സർക്കാരിന് മനസ്സിലാകുന്നത്. ഒരുപാട് കാലം ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ സ്വന്തം വീട്ടിൽ റേഷൻ കാർഡ് ചുവപ്പാണെങ്കിൽ അങ്ങോട്ട് മാറ്റിയും, അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് മാറ്റിയും, അടുത്ത വീടുകളിലേക്ക് മാറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചതെന്നാണ് സർക്കാരിന് മനസ്സിലാകുന്നത്. എന്നാൽ ഒരുപാട് സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഒരു പെൻഷൻ ആനുകൂല്യങ്ങൾ വളരെ ഉപകാരപ്രദവുമായിരുന്നു. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമായിരിക്കും നാളത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയാണ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് നാളത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും നാളത്തെ ബജറ്റ് അവതരണം നടത്തുക. ആ ബജറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പെൻഷൻ, ഇപ്പോൾ 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 3000 രൂപയുടെ പെൻഷൻ, മറ്റൊരുപാട് ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം നാളത്തെ ബജറ്റിൽ അവതരണം ഉണ്ടായിരിക്കും. ബജറ്റിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഔദ്യോഗികമായി തന്നെ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.